പറയുന്നത് ഒരു 2000 സാൻ ഫ്രാൻസിസ്കോയിൽ വന്നിട്ടുള്ള ഒരു ഹെൽത്തി ചോക്ലേറ്റ് മേക്കിംഗ് സെഗ്മെൻ്റാണ്. അപ്പോൾ ബീൻ ടു ബാർ എന്ന് പറഞ്ഞാൽ കൊക്കോ ബീനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സുകളാണ്. അതായത് നമ്മളത് സ്റ്റോൺ ഗ്രൈൻഡേഴ്സിൽ വെച്ചിട്ടാണ് അരയ്ക്കുക. അതായത് കൊമേഴ്ഷ്യൽ ചോക്ലേറ്റ്സ് ശരിക്കും വരുന്നത് ഒരു 8 hours കൊണ്ട് ഉണ്ടാക്കാവുന്ന സാധനം നമ്മളൊരു കൊക്കോ സോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 days 3 ദിവസം ഞങ്ങളത് വെക്കും. അത് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ച് അത് ഓരോന്നും പോട്ട് ബ്രേക്കർ മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് മരത്തിൻ്റെ ബോക്സസ് ഉണ്ട്. അപ്പോൾ ആ ബോക്സിലാക്കിയിട്ട് ഒരു 100 കിലോ 200 കിലോ ഒക്കെ ബോക്സാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഒരു 7 ദിവസം നമ്മളത് ഫെർമെൻറ്റേഷൻ പുളിപ്പിക്കുക എന്ന് പറയും. അങ്ങനെയുള്ളൊരു പ്രോസസ്സിന് വെക്കും. നല്ല ചൂട് വരുന്ന സമയത്ത് നമ്മളത് ഇളക്കി എല്ലാ സ്ഥലത്തും ഒരേപോലെ ചൂടെത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞാൽ അത് ചൂടൊക്കെ കുറഞ്ഞ് നമുക്കറിയാം, നമ്മളതിൻ്റെ pH നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അതിപ്പോൾ വെയിലത്തിടാൻ പറ്റും എന്നുള്ള സമയത്ത്. അപ്പോഴാണ് നമ്മളത് വെയിലത്തിടുക. അപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ കൊക്കോ ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു 4 ദിവസം 5 ദിവസം വെയിലിനനുസരിച്ച് അത് ഉണക്കും, ഇല്ലെങ്കിൽ ഡ്രയറിൽ ഉണക്കാം. ഉണക്കിയെല്ലാം കഴിഞ്ഞ് നമ്മളത് സൂക്ഷിച്ച് വയ്ക്കും. ആ സമയത്ത് ഹസ്ക് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പുറത്തൊരു തോടുണ്ട്, ആ തോട് കളഞ്ഞിട്ടാണ് നമ്മളത് കൊക്കോ നിബ്സ് എന്ന് പറയും. ആ കൊക്കോ നിബ്സ് എടുത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതിലെ കൊക്കോ ബട്ടർ നമ്മൾ റിമൂവ് ചെയ്യില്ല. കൊക്കോ ബട്ടർ റിമൂവ് ചെയ്തിട്ട് അത് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് ചേർത്തിട്ടാണ് നമുക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന ചോക്ലേറ്റ്സ്. അത് നമ്മളെ പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് നമ്മളുടെ ഹെൽത്തിനും എസ്പെഷ്യലി കുട്ടികളുടെ ഹെൽത്തിനൊന്നും അത് ഒട്ടും നല്ലതല്ല. റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അതൊരു ഹാഫ് ആൻ അവർ പ്രോസസ്സിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡബയിൽ ഇവിടെ വയനാട്ടിലും ഊട്ടിയിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് ചോക്ലേറ്റേ അല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഹിൽവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിലു എന്ന് അറബിക്കിൽ എഴുതുന്ന സമയത്ത് അത് വരുന്നത് ടേസ്റ്റി സ്വീറ്റ് എന്നൊക്കെയുള്ളൊരു പേരാണ്. പിന്നെ ഹിൽ വയനാട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2019 തുടങ്ങിയിട്ട് ഒരു 2021 അതൊരു മിനിമം വയബിൾ പ്രോഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് പലരും പറയും ഇതാണോ ചോക്ലേറ്റ്, ഇത് ഭയങ്കര കയ്പ്പാണ്, ഇത് തിന്നാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും, കളയും. ഞങ്ങൾക്കിപ്പോൾ ഒരു 12 വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. ദൈവത്തിൻ്റെ ഭക്ഷണം എന്നാണ് ചോക്ലേറ്റ് അറിയപ്പെട്ടിരുന്നത്. കാർഡിയോ വാസ്കുലർ ഡിസീസസിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം, നമ്മളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഏറ്റവും നല്ല ഫുഡ് നമ്മൾ കഴിക്കുന്നത് അത് ഏറ്റവും നല്ല രീതിയിലായാലേ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഹെൽത്തി ചോക്ലേറ്റ്സ് കഴിക്കാൻ നോക്കുക എല്ലാവരും.